ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. സ്മൃതി ഭാഗം 16. ഹോസ്പിറ്റലിലേക്ക് അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങൾ എടുക്കുവാൻ വേണ്ടി ടീന ഫ്ലാറ്റിലേക്ക് വന്നു. അച്ഛന് അറ്റാക്ക് വന്നത് വല്ലാത്തൊരു ഷോക്കായിരുന്നു അവൾക്ക്. വന്ന് ഫ്രഷായി കട്ടിലിൽ കണ്ണടച്ചു കിടന്നു. പെട്ടെന്ന് എന്തോ ഓർത്തെന്ന പോലെ അവൾ ഞെട്ടി എഴുന്നേറ്റു. ധൃതിയിൽ തന്റെ ഫോൺ എടുത്ത് ആരുടെയൊക്കെയോ നമ്പറിലേക്ക് വിളിച്ചു. മറുവശത്ത് ഫോൺ എടുക്കാതെ ആയപ്പോൾ അവളുടെ മുഖത്ത് ടെൻഷൻ കൂടി വന്നു. കുറെ തവണ വിളിച്ച് എടുക്കാതെ ആയപ്പോൾ ദേഷ്യം വന്ന് അവൾ ഫോൺ വലിച്ചെറിഞ്ഞു. ഛേ, ഇവന്മാരെന്താ എന്റെ ഫോൺ എടുക്കാത്തെ? എന്തായിട്ടുണ്ടാവും? ഞാൻ വിചാരിച്ച പോലെയൊക്കെ നടന്നു കാണുമോ? എങ്കിൽ ഇനി വ്യാസ് എനിക്ക് മാത്രം സ്വന്തമാവും. പിഴച്ചുപോയവളെ ആര് കല്യാണം കഴിക്കാനോ പ്രണയിക്കാനോ ആഗ്രഹിക്കില്ല. പിന്നെ അവന്മാർ കയറി നിനക്ക് ബാക്കി ജീവൻ ഉണ്ടാവാൻ വഴിയില്ല. സ്വയം പറയുമ്പോൾ ടീനയുടെ കണ്ണിൽ ഗൗരിയോടുള്ള പകയായിരുന്നു. അത് തന്നെയാണ് എന്റെ ആവശ്യവും. ഒരിക്കൽ എന്റെ കൈ വിട്ടുപോയതാണ് അവളുടെ ചേച്ചി കാരണം. അവൻ പ്രണയിച്ചിരുന്നത് അവളെയാണെന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി. അവളെ ഒഴിവാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമായി തന്നെ അവളെ അവന്റെ ജീവിതത്തിൽ നിന്നും അകറ്റി തന്നു. ആ ആക്സിഡന്റിലൂടെ അവനെ തിരിച്ചു കിട്ടി. എല്ലാം മറന്നുപോയവൻ അവളെയും അവന്റെ യഥാർത്ഥ പ്രണയത്തെയും ഒക്കെയും മറന്നു. അന്ന് താൻ അനുഭവിച്ച സന്തോഷം, മുന്നിലെ തടസ്സങ്ങൾ എല്ലാം മാറിക്കിട്ടിയതും അവന്റെ നല്ലൊരു സുഹൃത്തായി അഭിനയിച്ച് കൂടെ അങ്ങ് കൂടി. ആ പൊട്ടൻ തന്റെ അഭിനയം വിശ്വസിക്കുകയും ചെയ്തു. പിന്നെയും കുറെ കഷ്ടപ്പെട്ട് അവനെ കൊണ്ട് തന്നെ പ്രണയിപ്പിക്കാൻ നോക്കി. പക്ഷേ അവൻ എന്നോട് പ്രണയമില്ലത്രേ. വേണമെങ്കിൽ കല്യാണം കഴിക്കാമെന്ന്. സമ്മതിക്കില്ല ഞാൻ. എനിക്ക് അവനെ കെട്ടി അടുക്കളയിൽ ഒതുങ്ങി ജീവിക്കാൻ വേണ്ടിയല്ല ഇത്രയും കാത്തിരുന്നത്. പണം, പ്രശസ്തി, യങ് സൂപ്പർ സ്റ്റാർ വ്യാസിന്റെ ഗേൾ ഫ്രണ്ട് ആയാൽ കിട്ടാൻ പോകുന്ന സൗകര്യങ്ങൾ, എന്റെ കരിയർ, അവന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് ലോകം മറന്നതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ഉയർച്ച, പണ്ട് മുതലേ എന്നെ മോഹിപ്പിച്ച അവന്റെ കോടിക്കണക്കിന് സ്വത്ത്, ഇതൊന്നും നഷ്ടപ്പെടുത്താൻ വയ്യ. അവൻ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞാൽ അതോടെ എന്റെ ഭാവി ഇല്ലാതെയാവും. അത് ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഉള്ളിൽ ദേഷ്യം ഉണ്ടായിട്ട് പോലും അതൊന്നും പുറത്തു കാണിക്കാതെ അവനിൽ നിന്നും അകന്നു പോകാതെ നിൽക്കുന്നത്. അതിനിടയിലേക്കാണ് അവൾ വീണ്ടും വന്നത്. ഗൗരി ആദ്യം കണ്ടപ്പോഴേ തിരിച്ചറിഞ്ഞു ഞാൻ. പക്ഷേ അറിയാത്ത ഭാവം നടിച്ചു. അവൻ അവളോട് ദേഷ്യമാണെന്നറിഞ്ഞതും അത് വെറുപ്പാക്കി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവ എന്റെ കണക്കുകൂട്ടുകൾ തെറ്റിച്ച് കൂടുതൽ അടുത്തു. അവന്റെ കണ്ണുകളിൽ അവളോട് പ്രണയം കണ്ടപ്പോൾ ഉറച്ച തീരുമാനമെടുത്തു. എന്തു ചെയ്തും അവനിൽ നിന്നും അവളെ അകറ്റണമെന്ന്. അതിനുള്ള അവസരം കാത്തിരുന്നു. അവൻ ഹൈദരാബാദ് പോകുകയാണെന്ന് അറിഞ്ഞപ്പോൾ കൂടെയുണ്ടെന്ന് പറഞ്ഞ് അവനൊപ്പം മനഃപൂർവ്വം യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ അവൻ കാണാതെ ഗൗരിക്ക് അവന്റെ ഫോണിൽ നിന്നും തീരെ വയ്യെന്നും പെട്ടെന്ന് ഫ്ലാറ്റിലേക്ക് വരണമെന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് ഫോൺ ഓഫ് ആക്കി വെച്ചു. ഉറപ്പായിരുന്നു അങ്ങനെ ഒരു മെസ്സേജ് കണ്ടാൽ അവൾ ഓടി വരുമെന്ന്. വ്യാസിന്റെ ഫ്ലാറ്റിന്റെ സ്പെയർ കീ ആദ്യമേ ആ ഗുണ്ടകൾക്ക് കൊടുത്തിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായാണ് അച്ഛന് വയ്യെന്ന് പറഞ്ഞ് കോൾ വന്നത്. വ്യാസ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലാക്കി. മരുന്ന് വാങ്ങി വന്നവൻ അകത്തേക്കൊന്ന് കയറുക പോലും ചെയ്യാതെ എന്തുകൊണ്ടാവും പോയത്? ആലോചനയോടെ ഇരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. ഇത്രയും വൈകിയ നേരത്ത് ആരായിരിക്കുമെന്ന് ചിന്തിച്ചു ചെന്ന് വാതിൽ കുറ്റി തുറന്നതും ആരോ പുറത്തുനിന്ന് വാതിൽ തള്ളിയതും ഒരുമിച്ചായിരുന്നു. വാതിൽ ഇടിച്ച ശക്തിയിൽ ടീന നിലത്തേക്ക് തെറിച്ചു വീണു. ഒരു നിമിഷത്തെ പകപ്പ് മാറി നോക്കിയതും കണ്ടു തന്റെ ഫ്ലാറ്റിലേക്ക് കയറി വന്നു നിൽക്കുന്ന ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന 3-4 പേരെ. അവർ അകത്തു വന്നതും അവിടെ മുഴുവൻ മദ്യത്തിന്റെ മണം നിറഞ്ഞു നിന്നു. വല്ലാത്തൊരു ഭയം അവളെ കീഴ്പ്പെടുത്തി. ആരാ നിങ്ങൾ? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്?
ഇടറിയ ശബ്ദത്തോടെ അവൾ ചോദിച്ചു. എന്നാൽ അവയുടെ മറുപടി അവർ പറയാതെ തന്നെ അവരുടെ കണ്ണുകളിൽ നിന്ന് അവൾക്ക് മനസ്സിലായി. കാമം നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളോടെ അവർ തന്റെ ശരീരത്തെ കൊത്തിവലിക്കുന്നത് അവൾ കണ്ടു. അവളിൽ അറപ്പും വെറുപ്പും നിറഞ്ഞു. പെട്ടെന്ന് കിട്ടിയ ധൈര്യത്തിൽ മുന്നിൽ നിൽക്കുന്നവരെ തള്ളിമാറ്റി അവൾ പുറത്തേക്ക് ഓടി. എന്നാൽ പുറത്ത് കടക്കുന്നതിന് മുന്നേ അവളെ അവർ പിടിച്ചിരുന്നു. അവളെ നിലത്തേക്ക് വലിച്ചിട്ട് അവർ ബലമായി അവളെ ശരീരത്തിലേക്ക് അമർന്നു. എതിർക്കാൻ ശ്രമിച്ച അവളെ വളരെ ക്രൂരമായി ഉപദ്രവിച്ചു. കുറച്ച് സമയം കൊണ്ട് തന്നെ അവളുടെ ദേഹമാകെ പൊട്ടിച്ചോരയൊലിച്ചു. തളർന്നുപോയ നിമിഷം അവൾ കണ്ണുകൾ കൂട്ടിയടച്ചു. തന്റെ പരിശുദ്ധി ഏത് നിമിഷവും കളങ്കപ്പെട്ടേക്കാം എന്നവൾക്ക് ബോധ്യം വന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അലറി വിളിച്ച് സഹായത്തിനായി കരഞ്ഞു. അവരുടെ കരുത്തിൽ അവൾ പൂർണ്ണമായും തളർന്നിരുന്നു. തന്റെ ജീവിതം നിമിഷങ്ങൾക്കകം തീർന്നു പോകുന്നു എന്ന് വേദനയോടെ അവൾ മനസ്സിലാക്കി. അതേ നിമിഷം അവളുടെ ശരീരത്തിൽ അമർന്നിരുന്നവരുടെ ഭാരം കുറയുന്നതായി അവൾ അറിഞ്ഞു. കണ്ണുകൾ വലിച്ചു തുറന്നപ്പോൾ കണ്ടു അവൾക്ക് ചുറ്റും നിന്ന് അവളെ പുച്ഛത്തോടെ നോക്കി നിൽക്കുന്നവരെ. ശരീരത്തിൽ നിന്നും വേർപെട്ടു പോയ വസ്ത്രം വാരി ചുറ്റി അവൾ പകപ്പോടെ അവനെ നോക്കി. അപ്പോഴാണ് അവൾ തനിക്ക് നേരെ കസേരയിൽ തന്നെ നോക്കിയിരിക്കുന്ന വ്യാസിനെ കണ്ടത്. അവന്റെ ചുവന്ന കണ്ണുകളും അവന്റെ മുഖത്തെ ദേഷ്യവും കാണുകെ അവളുടെ ശരീരം ആലില പോലെ വിറച്ചു. ഒപ്പം തന്നോട് ഇങ്ങനെ പ്രവർത്തിച്ചതിൽ അവന് പങ്കുണ്ട് എന്ന സത്യം അവളിൽ ഭയം നിറച്ചു. വ്യാസ്, നീയാണ് ഇവരെ അയച്ചത്? ഒരു ഞെട്ടലോടെ അവൾ ചോദിച്ചതും അവൻ അവളെ നോക്കി പുച്ഛിച്ചു ചിരിച്ചു. അതെ, ഞാൻ തന്നെയാണ് ഇവരെ വിട്ടത്. അവൻ പറഞ്ഞതും അവൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. യു ബ്ലഡി, നിനക്ക് എങ്ങനെ തോന്നിയടാ ഇങ്ങനെ ചെയ്യാൻ? എന്തിനു വേണ്ടിയാണെടാ എന്നോടിങ്ങനെ? ഇത്രയും ശിക്ഷിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അവൾ അവന്റെ കോളറിൽ പിടിച്ച് ശക്തിയായി വലിച്ചു ചോദിച്ചു. നിർത്തടി മോളെ, നിനക്കറിയില്ലല്ലേടി? നീ അറിയാതെയാണോടി എന്റെ പെണ്ണിനെ അവന്മാരുടെ കയ്യിൽ കിട്ടിയത്? അവളെ പിച്ച് ചീന്താൻ നീ അല്ലാതെ പിന്നെ ആരാടി അവന്മാർക്ക് പൈസ എടുത്തു കൊടുത്തത്? നീ എന്ത് കരുതി കൂടെ നിന്ന് ചതിച്ചാൽ ഞാൻ അറിയില്ല എന്നോ? ഇവന്മാരുടെ ഫോണിൽ നിന്റെ നമ്പർ കാണുന്നവരെ നിന്റെ ചതി ഞാൻ മനസ്സിലാക്കിയില്ല. പക്ഷേ ഇനി എന്നെ പൊട്ടനാകാമെന്ന് നീ കരുതണ്ട. വ്യാസ് സത്യം മനസ്സിലാക്കി എന്ന് തിരിച്ചറിഞ്ഞതും അവളിൽ ഭയം ഉടലെടുത്തു. പറയടി, നിന്നോട് ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെണ്ണിനെ കണ്ണിൽ ചോരയില്ലാതെ ഇങ്ങനെ ഉപദ്രവിക്കാൻ നിനക്ക് എങ്ങനെ പറ്റി? എന്ത് നേട്ടത്തിന് വേണ്ടി? നിനക്ക് വേണ്ടി. ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. നിനക്കപ്പോൾ എന്നെ വേണ്ട. അവളെ കാണുമ്പോൾ നിന്റെ കണ്ണുകളിൽ നിറയുന്ന പ്രണയമാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. അവളെ നിന്നിൽ നിന്ന് അകറ്റുവാനായി. വല്ലാത്ത ഭാവത്തോടെ ടീന പറഞ്ഞതും വ്യാസ് അവളെ പിടിച്ച് പിന്നിലേക്ക് തള്ളി. നില തെറ്റി അവൾ ചുവരിലിടിച്ചു നിന്നു. നിർത്തടി, നീ എന്നല്ല ആര് വിചാരിച്ചാലും അവൾ എന്നിൽ നിന്നും അകറ്റാൻ പറ്റില്ലടി. എന്റെ നെഞ്ചിൽ അവൾ ഗൗരി മാത്രമേ ഉള്ളൂ. മരണം വരെ അവൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇവരെ ഞാൻ ഇങ്ങോട്ട് വിട്ടത് അവൾ അനുഭവിച്ച വേദന നീയും അറിയാൻ വേണ്ടി തന്നെയാ. അവന്റെ വാക്കുകൾ അവളിൽ കൂടുതൽ പക നിറച്ചു. അവൾ ഒരിക്കലും നിന്റെ ആവില്ല. ആകാൻ ഞാൻ സമ്മതിക്കില്ല. ഓടി വന്ന് തന്റെ ദേഹത്ത് ബലമായി തന്നെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നവളെ അവൻ തള്ളിമാറ്റി. ഇനി ഒരിക്കൽ കൂടി നീ അവളെ വേദനിപ്പിച്ചാൽ കൊന്നു കളയും നിന്നെ ഞാൻ. നിന്റെ പ്രാന്ത് മാറ്റി മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. അത്രയും പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു. എല്ലാവരും പോയതും അവൾ അടുത്ത് കിടന്ന ഫ്ലവർ വേസ് എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചു. ഇല്ല വ്യാസ്, ഞാൻ അനുഭവിക്കേണ്ട പണവും പ്രശസ്തിയും അനുഭവിക്കാൻ അവളെ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ആ സമയം അവളുടെ കണ്ണുകൾ
പകയാൽ നിറഞ്ഞു. കൈക്കുമേലെ ചൂടാവുന്നതും ഗൗരി കണ്ണുകൾ തുറന്നു നോക്കി. തന്റെ കൈകൾ ചേർത്ത് പിടിച്ച് കണ്ണുകളിൽ മുട്ടിച്ച് കട്ടിലരികിലായിരിക്കുന്ന വ്യാസിനെ കണ്ടതും ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. വ്യാസ്! തളർന്ന ശബ്ദത്തോടെ അവൾ വിളിച്ചതും അവൻ ഞെട്ടി അവളെ നോക്കി. തന്നെ നോക്കിക്കിടക്കുന്ന ഗൗരിയെ കണ്ടതും സകല നിയന്ത്രണങ്ങളും വിട്ട് അവൻ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഗൗരി തരിച്ചിരുന്നു. വ്യാസനും അപ്പോഴാണ് താൻ എന്താണ് ചെയ്തത് എന്ന ബോധം വന്നത്. അത് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ സഹിച്ചില്ലടി. അവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കിയിരുന്നു. അവന്റെ കലഞ്ഞു കലങ്ങി ഇരിക്കുന്ന കണ്ണുകൾ കാണുകെ ഗൗരി അവൾക്ക് നെഞ്ചു വല്ലാതെ നേറി. തന്നിൽ കുഴിച്ചു മൂടിയ പ്രണയം എന്ന വികാരം മുള പൊട്ടി പുറത്തു വരുന്നതായി അവൾ അറിഞ്ഞു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ചിരിച്ചു നിൽക്കുന്ന ഗീതുവിന്റെ മുഖം ഓർമ്മ വന്നതും അവൾ തന്റെ വികാരങ്ങൾക്ക് കടിഞ്ഞാണിട്ടു. എങ്ങനെ പറ്റി ഗൗരി നിനക്ക്? എനിക്കും ഗീതുവിനും പിന്നെ എന്റെ മകൻ കണ്ണനും വേണ്ടി ഇത്രയൊക്കെ സഹിക്കാൻ? ഗീതുവിന്റെ പേരും എന്റെ മകൻ എന്ന പ്രയോഗവും കേട്ട് അമ്പരന്ന് ഗൗരി വ്യാസിനെ നോക്കി.